നീ മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട വരിക്കപ്ലാവയിൽ 5-6 കൊല്ലമായിട്ട് ചക്ക ഉണ്ടായി തുടങ്ങി. അതിലെ ഒരു ചക്ക ശരിക്കും മൂത്ത് അത് ഒരു 2 വശത്ത് പൊട്ട് വീണിട്ടുണ്ട്. അപ്പൊ ആ ചക്ക ഇട്ടെടുക്കാന്നോർത്ത് വന്നതാണ്. 2 ദിവസം കൊണ്ട് അത്രയും മൂത്ത് കിടക്കണോണ്ട് പഴുത്തോളും. ഓൾറെഡി പഴുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇട്ടെടുക്കാം. ഏതായാലും ഒന്നും കടിച്ചില്ല കേട്ടോ. രാത്രിയിൽ കടിക്കേണ്ടതായിരുന്നു, ഇന്നലെ സമയം കിട്ടിയില്ല, ഓർത്തില്ല. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാലേ ഓർക്കോളും. അപ്പൊ നമുക്ക് 2 ചക്ക അതിലുണ്ടായിട്ടുള്ളൂ. അത് മതിയല്ലോ. നല്ല മുഴുത്ത അതെ ഇവള് നട്ട പ്ലാവാ. അതിന്റെ അടുത്ത് നിൽക്കണ അടയ്ക്കാമരം ഇവള് നട്ടത്. അതും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഇവള് ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ അവിടെ മമ്മിയുടെ അടുത്ത് എപ്പോഴും പോയി, ചേച്ചിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ അവിടെ നിന്ന് തരാവോ മമ്മിയെന്നും ചോദിച്ചു അടയ്ക്കാമരം തയ്യും പ്ലാവും തയ്യായിരുന്നു. പ്ലാവും തൈയും കൂടെ കൊണ്ടുവന്ന് 2ഉം അടുത്തടുത്ത്, ഇച്ചിരി അകത്ത് നടാൻ പറഞ്ഞിട്ട് അവള് സമ്മതിച്ചില്ല. അടുത്തടുത്ത് നിൽക്കണമെന്നും പറഞ്ഞു. അടുത്തടുത്ത് അടയ്ക്കാമരവും നിപ്പുണ്ട്, പ്ലാവും നിപ്പുണ്ട്. അങ്ങനെ നട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ അത് കാച്ചു അല്ലേ. കാച്ചിട്ട് 5-6 കൊല്ലം മുമ്പ് ഉണ്ടായി തുടങ്ങിയതാട്ടോ. അന്നേരം എല്ലാം മുകളിലായിരുന്നു ഉണ്ടാവണേ. ഇത്തവണ ഈ മതിൽ കിട്ടിയപ്പോൾ കഴിഞ്ഞ പോലെ നമ്മൾ അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നണത് വെയിലേറ് നന്നായിട്ട് തണ്ടയിലേക്ക് അടിച്ചിട്ടാണോ എന്നാന്നറിയില്ല. താഴെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ നേരെ കുറച്ച് മുകളിലായിട്ട് ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്. 2 എണ്ണം ഇത്തവണ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്കതങ്ങ് ഇട്ടെടുക്കാം. ഇടട്ടെ? ഇട്ടോ നോക്കട്ടെ കേട്ടോ. കാണാവോന്നറിയില്ല. എടുത്തോണ്ട് വരുമ്പോ കാണിക്കാം. അല്ലെങ്കിൽ ഇതാണ് ആ പ്ലാവ് കാണിച്ചോട്ടോ. പോനില്ലല്ലോ. ഇതിന് മൂർച്ച കുറവായിരിക്കുന്നേ. ഒരുപാളിന് ചിലപ്പോ അവന് പോരാൻ ഇച്ചിരി പ്രയാസം. നല്ല മുഴുത്ത ചക്കയാട്ടോ. അത് കാലേട്ട് വീഴാതെ. കാലേട്ട് ഏതായാലും വീഴൂല. എടുത്തോണ്ട് വരാട്ടോ. പഴുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നണത്. എടുത്തോണ്ട് വരാം. ദേ അവിടെയാണ് ചക്ക കിടക്കണേ. ചാക്കിലെടുത്തോണ്ട് വരാം. നല്ല കൊണ്ണനാ. എന്ത് വലുതാ. പൊട്ടിയതാ. ഒന്നും കടിച്ചിട്ടൊന്നുമില്ല, പൊട്ടിയതാ. മൂത്ത് മുരടിച്ച് പൊട്ടിയതാ. പഴുത്തോളും വേഗം. ഒന്നും കടിച്ചിട്ടില്ല. അത് ചതഞ്ഞതാട്ടോ. വീണപ്പ ചതഞ്ഞതേ ചത പറ്റിയതാ. നല്ല പൊണ്ണൻ ചക്ക അല്ലേ? പൊണ്ണൻ ചക്ക. അന്ന് നമ്മുടെ ഇവിടെ വരിക്കച്ചക്ക ഇല്ലാത്തത് കാരണം ഞാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മമ്മിയുടെ അടുത്തുനിന്ന് തൈ കൊണ്ടുവന്നതാ. വരിക്കച്ചക്ക ഇല്ലാതിരുന്നെന്ന് പറയരുത്. വരിക്കപ്ലാവ് 2 എണ്ണം ഉണ്ടായിരുന്നു. പറ്റിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക്കപ്ലാവിന് കേട് വന്നപ്പോൾ ആ പ്ലാവ് പടിഞ്ഞാറ് വശത്ത് നിന്നത് വെട്ടി അതിന്റെ തടി ഇപ്പോഴും അറപ്പിച്ച് മറക്കേരിയുടെ മുകളിൽ അടുക്കി വെച്ചേക്കണേ. അപ്പൊ അങ്ങനെ ഇവള് വലുതായി വന്നപ്പോ വരിക്കച്ചക്കപ്പഴം തിന്നാനില്ല. അപ്പൊ അങ്ങനെയാണ് അവളവിടെ ചെന്നപ്പോ അല്ലേ കൊണ്ടുവന്നത്. പക്ഷെ ഇത് നല്ല ചക്കയാ. കഴിഞ്ഞ പോലെ നമ്മൾ പഴുത്തത് തിന്നായിരുന്നു, വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് ഇനി പഴുത്ത് കഴിയുമ്പോ, ഇത് ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും പഴുക്കൂടി. പൊട്ടിയിരിക്കുന്നത് കൊണ്ടേ നന്നായിട്ട് വിളഞ്ഞതാ. അപ്പൊ വേഗം പഴുപ്പ് കയറിക്കോളും. അപ്പൊ നമുക്ക് പൊളിക്കുമ്പോ എടുക്കാം നേരം കേട്ടോ.